അപ്പോൾ കോഴിക്കോട് വരികയാണെങ്കിൽ ഹോട്ടലല്ലാതെ നമ്മളൊരു വില്ല അന്വേഷിക്കുകയാണെങ്കിൽ പറ്റിയൊരു ഓപ്ഷനാണിത്. 10 ഗ്രാം ബ്രിക്ക് ഹൗസ് കോഴിക്കോട് ടൗണിൽ തന്നെയാണ്. പക്ഷേ കോഴിക്കോട് ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയാണ്. കോഴിക്കോടിൻ്റെ ടൗണിൻ്റേതായിട്ടുള്ള ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണിത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നല്ലൊരു കാർ പാർക്കിംഗ് ഉണ്ട്. അത്യാവശ്യം ഒരു 5-6 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ മൂന്ന് വില്ലാസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് ഇവിടെ ഉണ്ട്, പിന്നെ അത് വരണം, അതിൻ്റെ അപ്പുറത്ത് വരണം. ഇതിപ്പോൾ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അകത്തേക്ക് പോകുന്നില്ല. ഇത് 2 ബെഡ്റൂം വില്ലാണ്. നമ്മൾ താമസിച്ച വില്ല കാണിച്ചു തരാം. വേണ്ട വേണ്ട. അപ്പോൾ അകത്തേക്ക് പോവാം. നമ്മൾ എൻ്റർ ചെയ്യുന്നത് ലിവിംഗ് റൂമിലേക്കാണ് കേട്ടോ എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ചെയറും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലേക്ക് പോവാം. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ, അത്യാവശ്യം നമുക്ക് വൈകുന്നേരം ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ സംഭവങ്ങളുള്ളത്. ഒരു ചെറിയൊരു ടേബിൾ ടോപ്പ് ഉണ്ട്, പിന്നെ കെറ്റില്, ഇതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഗ്ലാസും പിന്നെ ഫ്രൈങ് പാനൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ലാത്തൊരു സാധനം സ്റ്റൗ ആണ്. സ്റ്റൗ ഇവിടെ ഇല്ല. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റൗ ഇല്ലാത്തതെന്ന് അറിയില്ല. പിന്നെ സിങ്ക് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ അവർ ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് അത്ര ഈ സാധനങ്ങളൊക്കെ മാറ്റി. അതുപോലെ ബോട്ടിൽ, ചായക്കപ്പുകൾ. ഇനി നമുക്ക് ബെഡ്റൂം കാണാം. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഇത് ബെഡ്റൂം AC ബെഡ്റൂമാണ് കേട്ടോ രണ്ടും. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇതിൻ്റെ മുകളിൽ ഒരെണ്ണമുണ്ട്. ടോയ്ലറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ ഹീറ്റർ ഇല്ലല്ലോ, വാട്ടർ ഹീറ്റർ കൂടി ഇല്ല, മുകളിൽ മാത്രമേ. അതിന് നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോകാം. അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇത് ബ്രിക്ക് ഹൗസ് എന്ന് വിളിക്കാൻ കാരണം ഇത് കുറച്ച് ഇഷ്ടിക വെച്ചിട്ട് പണിതിട്ടുള്ളതാണ്. അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇഷ്ടിക സിമെൻ്റ് ഒന്നും ചെയ്യാതെ ഉള്ളൊരു ഡിസൈനിങ് ആണ്. അപ്പോൾ ഇതാണ് അടുത്ത ബെഡ്റൂം, സെക്കൻഡ് ബെഡ്റൂം എന്നാണ് മുകളിൽ. ഇതും AC ബെഡ്റൂമാണ്. ഇത് സെയിം ഇത് തന്നെ. അതിൻ്റെ മുകളിൽ സീലിംഗ് കൊടുത്തിരിക്കുന്നത് മറ്റേ ടെറാക്കോട്ട ടൈലില്ലേ, അതുപോലത്തെ ഒരു ടൈല് വെച്ചിട്ടാണ് സീലിംഗ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം ചൂടില്ല കേട്ടോ, ചൂട് കുറച്ച് കുറവാണ്. പിന്നെ ടോയ്ലറ്റ് സെയിം ടോയ്ലറ്റ് തന്നെ. പിന്നെ ഇവിടെ ഹീറ്റർ ഉണ്ട് കേട്ടോ, ഹീറ്റർ സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ബെഡ് വേണമെങ്കിൽ എക്സ്ട്രാ ബെഡ് കിട്ടും. നോർമലി ഒരു ഫാമിലിക്കാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഏതാണ്ട് 6,000-7,000 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. എക്സ്ട്രാ ബെഡിന് 1000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ഈ വില്ല മൊത്തം നമുക്ക് സ്വന്തമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് ഇവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ ഈ ഡോറ് തുറന്നാൽ ഈ ബാൽക്കണി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നേരെ തിരിയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ പ്ലേ ഏരിയ, ഒരു ക്യാരം ബോർഡിൻ്റെ ഒരു കളിക്കാൻ പറ്റുന്ന ഒരു സാധനം പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ ഇതെന്തോ ചെസ്സോ? ചെസ് ഉണ്ട് കേട്ടോ. അല്ല, ചെസ് അല്ലല്ലേ, ക്യാരംസിൻ്റെ ബോക്സ്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ടോയ്ലറ്റ് കം ബാത്റൂം. അപ്പോൾ ഇതുപോലെ 3 വില്ലാസാണ് ഇവർക്കുള്ളത്. അതിൽ 2 2 ബെഡ്റൂമാണ്. പിന്നെ അപ്പുറം വരുന്നുണ്ട്, അത് 3 ബെഡ്റൂമാണ്. പക്ഷെ അതിൽ ഇപ്പോൾ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല.
അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 4 ആള് 6 ആള് അല്ലെങ്കിൽ ഒരു 8 ആളൊക്കെ അക്കോമഡേറ്റ് ചെയ്തോളെ. 8 ആളൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് എക്സ്ട്രാ ബെഡ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും നല്ല സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയുടേതായിട്ടുള്ള ശബ്ദങ്ങളൊന്നും കൂടി ഇല്ല. നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് താമസിക്കുക അവിടെ. എന്നാൽ സിറ്റിയിലേക്ക് അധികം ദൂരമില്ല, ആകെ 5 കിലോമീറ്റർ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പോകാം. ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന റോഡ് കുറച്ച് നാരോ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ ഈ ട്രാവലറൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ബാക്കി എല്ലാ വണ്ടികളും ഇവിടെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നല്ല സ്റ്റേ ആയിരുന്നു. പിന്നെ ഫുഡ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യില്ല കേട്ടോ. ഫുഡ് പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. അതിനിപ്പോൾ ഇവിടെ സ്വിഗ്ഗി, സൊമാറ്റോ അവരുടെയൊക്കെ നമ്പേഴ്സ് ഇവർ തരും. അല്ലെങ്കിൽ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്പിൽ കൂടെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ സർവീസ് ഉണ്ട്. അപ്പോൾ ഓർഡർ ചെയ്ത ഫുഡ് ഇവിടെ വരും. പിന്നെ ടൗണിലേക്ക് അധികം ദൂരമില്ല, തൊട്ടടുത്താണ്, 5 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ ഷോപ്പൊക്കെ ആണെങ്കിൽ ഇവിടെ അടുത്തൊരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ. ഒരു ആൻറ്റിക് ലുക്ക് തന്നെയാണ് ഈ സംഭവം. അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പിലുണ്ട്, പിന്നെ എയർബിഎൻബിയിലുണ്ട്. അങ്ങനെ മിക്ക ആപ്പുകളിലും ഇത് ലിസ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ആപ്പിൽ കൂടെ കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കാം, അങ്ങനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.